സാറേ, വയനാട് തെരഞ്ഞെടുപ്പ് ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. പോളിംഗ് ശതമാനം കുറയുക എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ കൂട്ടൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ സാധാരണ പോളിംഗ് ശതമാനം കൂടേണ്ടതാണ്. പോളിംഗ് ശതമാനം കുറയുക മാത്രമല്ല, വളരെ മന്ദഗതിയിലുള്ള ഒരു പോളിംഗ് ആയിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് കാണാൻ സാധിച്ചത്. എന്താണ് ഇതിൻ്റെ ഒരു നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ രണ്ടിടത്തെയും വിജയ സാധ്യത അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യത, അതിനുള്ള സാഹചര്യം ഇതിനെപ്പറ്റി ഒന്ന് വിലയിരുത്താം. ഈ പ്രിയങ്ക ആദ്യം വയനാട്ടിൽ കാലുകുത്തിയപ്പോഴേ ആ സമയത്തുള്ള കുറേ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവിടുത്തെ ഒരു ആരവോ ആൾക്കൂട്ടമോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും നിലം തൊടില്ല, CPI കെട്ടിവെച്ച പൈസ പോലും ഇല്ല എന്നാണ് കരുതിയത്. അത്രയ്ക്ക് ജനമാണ്, ഇത്രയും ഒരു ജനക്കൂട്ടം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പോളിംഗ് കുറഞ്ഞു എന്നുള്ളത് ഏതാണ്ട് 8 മുതൽ 10% വരെ പോളിംഗ് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് നല്ല കുറവല്ലേ? അത് പിന്നെ 10% കുറവെന്ന് പറഞ്ഞാൽ നിസ്സാര കുറവല്ല, അതെ, നല്ല കുറവ് തന്നെയാണ്. കാരണം മാത്രമല്ല, ഇത്രയും ഈ വലിയ VIP കാൻഡിഡേറ്റ് മാത്രമല്ല, കോൺഗ്രസിന്റെ മനോരമ പറയുന്ന പോലെ മൂക്ക് കണ്ടോ, നാക്ക് കണ്ടോ, ചെവി കണ്ടോ, മുഖം കണ്ടോ, ഇന്ദിരാഗാന്ധി എടുത്തു വെച്ച പോലെ എന്നൊക്കെ അവർക്ക് മനസ്സിലായി. ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി ഈ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ അവരെയും ഒക്കെ എന്താണ് അവരുടെ ഉദ്ദേശമെന്നും, അല്ലെങ്കിൽ ഇവർ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഒക്കെ അതിനൊക്കെ അപ്പുറം സ്വന്തം താല്പര്യങ്ങളാണ് അവർക്ക് ഉള്ളതെന്നൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി. കാരണം ഇവരുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ഇപ്പം ചർച്ചയാക്കാൻ ആളുള്ളപ്പോൾ ജനം ചിന്തിക്കാനും തുടങ്ങി. സാർ മനസ്സിലാവുന്നുണ്ട്? കാരണം അമ്മ MP, മകൻ MP, ഇത്രയും ബുദ്ധിമുട്ടി മകള് MP ആയിട്ട് വന്ന് ഈ രാജ്യത്തെ സേവിക്കേണ്ട കാര്യമൊന്നും ഉള്ളതായിട്ടില്ല. മാത്രമല്ല, ഈ രാജ്യത്തെ സേവിച്ചതിൻ്റെ തിക്തഫലങ്ങൾ വയനാട്ടിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് അനുഭവിച്ചു തുടങ്ങി. കാരണം ഇപ്പൊ ഏറ്റവും അവസാനം വഖഫാണല്ലോ. വഖഫ് അത് പ്രതികൂല ഘടകത്തില് ഒന്നാമത് വരുന്നത് വഖഫ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു വോട്ട് ചെയ്യണ്ട എന്ന് കരുതി. വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലേ, ഈ ക്രിസ്ത്യാനികളുടെയും ചില ആൾക്കാർ, നമ്മുടെ തന്നെ ചില ആൾക്കാർക്ക് പറയത്തില്ലേ, ഞാൻ ഇതുവരെ വോട്ട് ചെയ്ത് കൈപ്പത്തിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ വോട്ട് ചെയ്ത് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന്, ഇനി എനിക്ക് വോട്ട് ചെയ്യാൻ വയ്യ, പക്ഷെ എനിക്ക് മാറി ചെയ്യാനും പറ്റത്തില്ല. ഈ മാനസികാവസ്ഥയുള്ളവർ കേരളത്തിൽ വളരെ കൂടുതൽ. ശരിക്കും മാറി ചെയ്യണം. നമ്മളൊരു ഐഡിയോളജി ആണല്ലോ. ഞാനിപ്പം മാർക്സിസ്റ്റുകാരനാണെങ്കിൽ, സാർ കോൺഗ്രസ്സുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ BJP കാരനാണെങ്കിൽ, നമ്മൾ അവരുടെ ഒരു ഐഡിയോളജി ഉണ്ട്. ഇവരിങ്ങനെ പോകുന്നത് കൊണ്ടാണല്ലോ നമ്മൾ അതിന്റെ ഭാഗമാവുന്നത്. അല്ലാതെ ജന്മന നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിലെ പാർട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നും അല്ലല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഉള്ള ഒരു അതല്ലല്ലോ സംഭവം. ഇനി ഇപ്പൊ വഖഫ് ഒരു പ്രതികൂല ഘടകമാണ്. ഇനി അതുപോലെ പ്രതികൂല ഘടകങ്ങൾ വേറെയുണ്ട്. രണ്ടാമത് പറയാൻ ഞാൻ കാണുന്നത്, അതായത് വലിയൊരു പ്രകൃതി ദുരന്തം നടന്ന ഇടമാണ്. അവർക്കത് മറക്കാൻ പറ്റത്തില്ല. പ്രകൃതി ദുരന്തം നടന്ന ഇടമാണെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി ദുരന്തം നടന്ന ഇടത്തെ MP ആണ് അവരുടെ സഹോദരൻ. അയാൾ അതിന് ശേഷം അവിടെ വന്നെന്നുള്ളതല്ലാതെ 5 കൊല്ലത്തിനകത്ത് അദ്ദേഹം അവിടെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ പ്രകൃതി ദുരന്തം അന്ന് സംഭവിച്ചെങ്കിലും പ്രകൃതി ദുരന്തം നടക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തൽ വളരെ കൂടുതലായിട്ട് നടത്തിയിട്ടുള്ള പ്രദേശം അവിടെ. ആ പ്രദേശത്ത്, അത്തരത്തിലുള്ളൊരു പ്രദേശത്ത് ദേശീയ നേതാവായിട്ടുള്ള നാളെ കാലത്ത് അല്ലെങ്കിൽ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന, പ്രധാനമന്ത്രിയാവാൻ തയ്യാറായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തെ ശ്രദ്ധിക്കണ്ടേ? ഈ പറയുമ്പോൾ സമയമില്ലെന്ന് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്വന്തം നിയോജക മണ്ഡലത്തിൽ കാര്യങ്ങൾ കണ്ടെത്താൻ സമയമുള്ളപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിന്റെ ഒരു ചെറിയ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. സാധാരണ ലോക്കൽ പൈപ്പുകളിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ പെരയ്ക്കകത്തിരിക്കുന്ന വാട്ടർ ഫിൽറ്ററിനകത്ത് വരുന്ന വെള്ളം വരുന്നത്, ഇദ്ദേഹത്തിന് എന്താ വേണം? എവിടെ എന്തായാലും ജയിക്കും. ഇത്രയൊക്കെ ചെയ്തു കൊടുക്കേണ്ട കാര്യമായിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ ഒരു സ്വന്തം നിയോജകമണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞുതരാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ MLA ആയിട്ട് വളരെ കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം വരുന്നതിന് മുമ്പ് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് MLA കാണാൻ കിട്ടത്തില്ല, MP കാണാൻ കിട്ടത്തില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, അതേ പറയൂ, അത്രയ്ക്ക് തിരക്കുള്ളതായിരിക്കും എന്ന് അവിടുത്തെ ജനം മൊത്തം വിചാരിച്ചു. തിരുവഞ്ചൂർ വന്നു കഴിഞ്ഞപ്പം പുള്ളി എല്ലാ വീട്ടിലും ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഉണ്ട്. അപ്പൊ മനസ്സിലായി, ഇത് ഇങ്ങനെ MLAക്കും MP പറ്റുമോ? മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞല്ലേ? ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ മണ്ഡലത്തിൽ സോണിയാഗാന്ധിക്ക് തിരിഞ്ഞു നോക്കാൻ സമയം കാണത്തില്ല. കാരണം വലിയ തിരക്കല്ലേ. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല, വലിയ തിരക്കില്ല. ഇപ്പം ജനത്തിന് മനസ്സിലായി, പ്രധാനമന്ത്രിയുടെ നിയോജകമണ്ഡലം നോക്കുമ്പം സിംഗപ്പൂർ പോലെ കിടക്കും. അപ്പൊ നടക്കും. ഈ പ്രകൃതി ദുരന്തം നടന്ന ഇടത്ത് ഇവരെല്ലാം ഇത് കണ്ടതാണ്.
അവർ വിചാരിക്കുന്നുണ്ട് ഇവരുടെ ഈ ആഘോഷത്തിനും പേക്കൂത്തിനും ഒക്കെ നമ്മൾ എന്തിനാ നിൽക്കുന്നത്, നമ്മൾ ജീവിതത്തിൽ അവരവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഒരു ദിവസം 300 രൂപ വെച്ചെന്തോ കൊടുത്തുകൊണ്ടിരുന്നു, ഇപ്പോൾ അതില്ലാതായി. പിന്നെ അവരുടെ ഞാൻ ഇവിടുത്തുകാരനാണ് എന്നുള്ളതിൻ്റെ രേഖ പോലും ഒക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ്. അവർക്ക് പുനരധിവാസം പോലും നേരെ ആയിട്ടില്ല. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ പ്രശാന്ത് പറഞ്ഞതുപോലെ അവിടുത്തെ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഇടപെടുന്നു ഇല്ല ഇക്കാര്യത്തിനകത്ത്, പുനരധിവാസത്തിനകത്ത്. പിന്നെ ഒരു പ്രതികൂല ഘടകം ഞാൻ കാണുന്നത്, ജനം മനസ്സിലാക്കിയ ഒരു കാര്യം, അതായത് CPIയുടെ സ്ഥാനാർത്ഥി ഇവർ ദേശീയ തലത്തിൽ തോളിൽ കൈയിട്ട് നടക്കുന്നവരാണല്ലോ, പിന്നെ എന്താണ് ഇവിടെ വന്ന് നാടകം കളിക്കുന്നത് എന്ന് വയനാട്ടിലെ ഉൾപ്രദേശങ്ങളിലുള്ള സാധാരണ ജനങ്ങൾ പോലും ഇന്നത്തെ ഈ മാധ്യമങ്ങളിലൂടെ അവരിതെല്ലാം മനസ്സിലായിരുന്നു. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ ഉണ്ട് സാർ, ഇന്നത്തെ ഈ ആൾക്കാർ മനസ്സിലാക്കി നമ്മുടെ ജനം ഈ പറയുന്നത് പോലെ പ്രബുദ്ധമാവുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നരേന്ദ്രമോദി ശ്രമിക്കുന്നത് തന്നെ നമ്മൾ അദ്ദേഹത്തെ കുറച്ച് കാണാൻ പറ്റത്തില്ല. നമ്മളിത് പറയുമ്പോൾ ഞാൻ BJP-കാരന് അല്ലെങ്കിൽ എനിക്ക് BJP രാഷ്ട്രീയത്തോട് താല്പര്യം അല്ലെങ്കിൽ ആ ഐഡിയോളജിയിലൊന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്രമിക്കുന്നത് 140 കോടി ജനമുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ജനം പ്രബുദ്ധമാവണം, കാരണം ജനം തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇതുപോലുള്ള ഗിമിക്കുകൾ ഇനിയും തുടരണം. അതിന് വേണ്ടിയാണ് ജനം തിരിച്ചറിയണമെങ്കിൽ ഇപ്പൊ സാറ് പ്രബുദ്ധമാവണമെങ്കിൽ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും സന്യാസി ആവാൻ പാടാണല്ലോ മുക്കാലുള്ള ആൾക്കാർക്ക്. ആ ബോധതലത്തിൽ പോകാൻ. അല്ലെങ്കിൽ സാറിന് സമ്പന്നമായാൽ സാറിന്റെ രീതികൾ ആ അവസ്ഥയിലേക്ക് പോകും. അന്നേരം എല്ലാ രീതിയിലും സമ്പന്നമാവും. സമ്പത്തുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ മാർഗം ഉണ്ടാവും. അതുപോലെ സമ്പത്തുള്ള ആൾക്കാർ ഇറങ്ങി നടക്കുന്ന ഇടവും അവർ അല്ലെങ്കിൽ അവരുടെ മേഖലകളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ രീതിയിലേക്ക് ആ രീതിയിലേക്ക് ഇന്ത്യയിൽ ഉടനീളമുള്ള ജനങ്ങളെ കൊണ്ടെത്തിക്കാമെങ്കിൽ ഇന്ത്യയുടെ വികസനവും അല്ലെങ്കിൽ ഇതുപോലുള്ള ഗിമിക്കുകളും കപടതകളും അല്ലെങ്കിൽ നമ്മുടെ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ വരുന്ന ശക്തികളെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ 7 ട്രില്യണിലേക്ക് മോദി വളരെ പ്രയാസപ്പെട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എന്ത് വന്നാലും അതൊക്കെ അവിടെ മാറ്റി നിർത്തിയിട്ട് പോകുന്നു. കാരണം ഒരാൾക്കൊരു 2-2.5-3 ലക്ഷം രൂപ വ്യക്തിഗത വരുമാനമാവും. അപ്പം അന്നേരം ഈ സോണിയാഗാന്ധി എന്താണെന്നും പ്രിയങ്ക ഗാന്ധി എന്താണെന്നും അല്ലെങ്കിൽ പണ്ട് നെഹ്റു എന്താണെന്നും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ വരുമ്പം സാറ് പറഞ്ഞ അന്ന് ആള് കൂടിയെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു വേറെ പരിവേഷമുണ്ട്. പിന്നെ ഇതിന് വേറൊരു പ്രതികൂല ഘടകം എന്ന് പറയുന്നത്, ഒന്ന് ഇപ്പൊ ഇവിടെ പറയുന്നത് ഇത്രയും പോളിംഗ് നടന്നതിൽ ഏതാണ്ട് കൂടുതലും 50 വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ടാണ്. അതിൽ അപ്പം ഈ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് നിന്ന് ധാരാളം യുവാക്കളൊക്കെ തന്നെ വിദ്യാർത്ഥികളൊക്കെ തന്നെ വിദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നും ഒരു പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതും വോട്ട് കുറയാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ CPI സ്ഥാനാർത്ഥിക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം അവർ വർദ്ധിപ്പിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അല്ല, അതിന് സാധ്യതയുണ്ട്. ഈ നമ്മൾ ഈ പറയുമ്പോൾ തൊലനം ചെയ്യുമല്ലോ ആൾക്കാർ. തൊലനം ചെയ്താൽ സത്യമൊകേരി എന്ന് പറയുന്ന ആൾ വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാണ്, ആണ് സത്യസന്ധന, നല്ല രാഷ്ട്രീയക്കാരനാ. അല്ല, അതൊരു കാര്യം. പിന്നെ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ CPIയുടെ സ്ഥാനാർത്ഥിയാണ്. CPIക്കാർ അവിടെ അറിഞ്ഞ് വർക്ക് ചെയ്തു. കാര്യം എന്നറിയാമോ, തൃശ്ശൂരിൽ അവർക്കൊരു ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. CPIയുടെ കൊടുത്ത സീറ്റുകളെല്ലാം തന്നെ CPM-കാർ തൊലച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ വോട്ട് വിഹിതമെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രിയങ്കയുടെ ഭൂരിപക്ഷം എന്തായാലും കുറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ പറയുന്ന CPIയുടെ വർക്കോ അല്ലെങ്കിൽ BJP-യുടെ വർക്കിനോ ഒക്കെ അപ്പുറം ഇവരെ തിരിച്ചറിഞ്ഞു തുടങ്ങി. കാരണം ഇപ്പൊ അവരുടെ മകൻ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് ഈ ടോക്കിനകത്ത് നമ്മൾ സംസാരിക്കാം. അടുത്ത പ്രാവശ്യം ഇവരിവിടുന്ന് ജയിച്ചിട്ട് കോൺഗ്രസിന് ജെന്യൂനായിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് മാറിയിട്ട് അതിന്റെ അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ പോകുന്ന അവരുടെ മകനാണ്. അതിന് സംശയമൊന്നുമില്ല. അതിന്റെ ഗിമിക്കാണ് കഴിഞ്ഞ ദിവസം ദീപാവലി ദിനത്തിൽ അമ്മാവനും മോനൂടെ കാണിച്ചത്. കണ്ടായിരുന്നല്ലോ, 9 കോടി ജനം കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മകനും അവരുടെ വിളക്കുണ്ടാക്കുന്നവരെടുത്ത് പോകുന്നു, സാധാരണക്കാരൻ്റെ അടുത്ത് പോകുന്നു. എൻ്റെ പൊന്ന് രാഹുൽ അല്ലേ, മനോരമ പറയുന്നോണക്കല്ലേ, ഇന്ത്യ മഹാരാജ്യത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വളരെ കാലം കൊണ്ട് ജീവിച്ചു വന്ന ആളാന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞല്ലോ. ഞാൻ പ്രധാനമന്ത്രി ആയൊരു ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ജീവിച്ചു വന്ന ആളിന് ഇന്ത്യ മഹാരാജ്യത്തിലെ 70% ആൾക്കാർ ഈ രീതിയിലുള്ളതാണെന്ന് മനസ്സിലാവാൻ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ എന്തോ സിസ്റ്റമാണ്? അയാൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമല്ല. അയാള് ഈ പറഞ്ഞതുപോലെ AC-യുടെ കീഴിലിരുന്നിട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ അമ്മയും അച്ഛനും അമ്മൂമ്മയും അല്ലെങ്കിൽ അമ്മൂമ്മയുടെ അമ്മയും ഒക്കെ പ്രധാനമന്ത്രി ആയി വന്ന രീതിയിലേക്ക് ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആവാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരെ കൂട്ടുനിർത്തി മുന്നോട്ട് പോകാനും തരത്തിലുള്ള ആൾക്കാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഇന്ത്യയെ ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ
നമ്മുടെ PV അൻവറിന്റെ മണ്ഡലമാണല്ലോ നിലമ്പൂര്, അവിടെ പോളിംഗ് കുറവാണ്. അപ്പൊ ഇങ്ങനെ ഓരോ മണ്ഡലം എടുത്തു നോക്കുമ്പോഴും ഈ ഏതാണ്ട് 8 മുതൽ 10% വരെ പോളിംഗ് കുറഞ്ഞിരിക്കുന്നത് എന്തായാലും പ്രിയങ്കയ്ക്ക് വളരെ തിരിച്ചടിയായിരിക്കും. അത് കോൺഗ്രസിന് വലിയ ഉണ്ടാക്കുന്ന ഒരു ക്ഷീണമാണ്. അല്ല, ക്ഷീണമെന്ന് പറഞ്ഞാല് പ്രിയങ്കയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി കിട്ടിയതിനെക്കാട്ടിൽ ഭൂരിപക്ഷം കുറയുവാണെങ്കിൽ പ്രിയങ്ക ജയിച്ചാൽ പോലും കോൺഗ്രസിന് ഭയങ്കര ക്ഷീണമാണ് സംഭവിക്കുന്നത്. കാരണം ഇവിടെ പ്രിയങ്കയെ കൊണ്ടിറക്കിയപ്പോൾ 5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം മേടിച്ചു കൊടുക്കുമെന്ന് മുസ്ലിം ലീഗ് വാഗ്ദാനം. മുസ്ലിം ലീഗിനെ വാഗ്ദാനം കൊടുക്കാൻ പറ്റത്തുള്ളൂ, കോൺഗ്രസിനുള്ള കപ്പാസിറ്റി ഇപ്പൊ ഇല്ല. കാരണം മുസ്ലിം ലീഗ് സംസാരിച്ചാൽ പിന്നെ സംസാരിക്കാം കോൺഗ്രസിന്റെ നേതാവ്. ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നാളെ മാറി നിന്നാൽ അധികാരത്തിൽ വരാൻ പറ്റത്തില്ല എന്നുള്ള കൃത്യമായ ബോധ്യമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കിത് ചേലക്കരയിലെ കാര്യം നമുക്ക് പറഞ്ഞു പോകാം. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് സാറിന് പറയാം. ഈ ഇലക്ഷനകത്ത് ചേലക്കരയിലെയും അല്ലെങ്കിൽ വയനാട്ടിലെ ഇലക്ഷൻ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് ക്ഷീണം തന്നെയായിരിക്കും. കാരണം പ്രിയങ്ക ഒരുപക്ഷെ ജയിച്ചേക്കാം. കാരണം അവിടുത്തെ കൂലി പട്ടാളം എന്ന് പറയുന്ന പോലെ കൂലി വോട്ടുകാർ ഇപ്പോഴും ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ടും ചില ആൾക്കാരുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒക്കെ ആശ്രിതരായിട്ടൊരു 5 ലക്ഷം വോട്ടോടെ 4.5 ലക്ഷം വോട്ടോടെ ഉള്ളത് കൊണ്ടും പ്രിയങ്ക ജയിച്ചേക്കാം. പക്ഷെ പ്രിയങ്കയ്ക്ക് ഭൂരിപക്ഷം കുറയുവാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് മനസ്സിലാക്കുമോ? കേരളത്തിലും കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്ര നെഹ്റുവിന്റെ കാര്യം പറഞ്ഞാലും, എത്ര ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞാലും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞാലും, അല്ലെങ്കിൽ അത് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞാലും അതൊക്കെ ധരിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇത് അവർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് കോൺഗ്രസ് അന്നും ഇന്നും കളിച്ചതെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്നതിന്റെ ഏറ്റവും അവസാനത്തെ സ്ഥാനാർത്ഥി ആണ് പ്രിയങ്ക ഗാന്ധി. കാരണം ഈ കുടുംബ രാഷ്ട്രീയം ഇതിനകത്തുള്ള കാര്യം, ഇന്റർനാഷണൽ കോൺഗ്രസിനകത്തുള്ള കുടുംബ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആ കുടുംബം പറയുന്നത് കേട്ടില്ലെങ്കിൽ വേറെ ആരും ഇല്ല. ദേശീയ പാർട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയുള്ള ഇവിടുത്തെ ഓരോ സ്റ്റേറ്റുകളെ ബന്ധപ്പെട്ട് നീക്കുന്നു. അല്ലെ, ഇതെന്തോ ഇത് അവിടെ കുടുംബ പാർട്ടി തന്നെ കോൺഗ്രസ്. അപ്പൊ എന്തായാലും ഈ സോണിയ പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറയുമ്പോഴും അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാണ്. ശരിക്കും പ്രിയങ്ക തോക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ. പിന്നെ ചേലക്കരയിലെ വിഷയം, ചേലക്കരയിൽ ഈ പറഞ്ഞതുപോലെ 4% കണ്ട് പോളിംഗ് ശതമാനം കുറവുണ്ട്. അതിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി മികച്ച മുന്നേറ്റമായിരുന്നു ചേലക്കരയിൽ അദ്ദേഹം ഇവിടെ വയനാട്ടിൽ വളരെ കൂടുതൽ വോട്ട് വീതം വർദ്ധിപ്പിക്കും BJP. വയനാട്ടിൽ വോട്ട് വീതം വർദ്ധിപ്പിക്കും. BJPയുടെ കാൻഡിഡേറ്റ് എത്ര വലിയ ഇതാണ്. പ്രിയങ്ക ഗാന്ധിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. പുതുതലമുറ അംഗീകരിക്കുന്ന എല്ലാ രീതിയിലും ഒരു മിടുക്കിയാണ്. മനസ്സിലാവുന്നുണ്ട്. മറ്റവർക്ക് ഈ ഒരു ഇത് കിടക്കുകയാണ്, അവരുടെ കുടുംബ പരിവേഷം കിടക്കുകയാണല്ലോ. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇവരുടെ സാധാരണ രീതിയിലുള്ള ആളായിരുന്നുണ്ടെങ്കിൽ ഇവരുടെ മുമ്പിൽ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ചേലക്കരയിലെ വിഷയം, ചേലക്കരയിലെ 4% അവിടെയും പോളിംഗ് കുറവാണ്, മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ അവിടെ എൻ്റെ ഒരു കണക്കുകളനുസരിച്ച് പ്രിയങ്ക ഇവിടെ തോക്കുമെന്ന് പറഞ്ഞതിനകത്ത് സാങ്കേതികമായിട്ട് ജയിക്കുമെങ്കിലും കോൺഗ്രസ് പാർട്ടി തോക്കും. പക്ഷെ മറ്റിടത്ത് ഈ രമ്യ ഹരിദാസിന് വിജയസാധ്യത, രമ്യ ഹരിദാസ് എന്നാണല്ലോ വിജയസാധ്യത കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ CPM ആണ്. പക്ഷെ എന്നാൽ വേണ്ടത്ര ഭൂരിപക്ഷം ഉണ്ടാകും. വേണ്ടത്ര ഭൂരിപക്ഷം, പക്ഷെ ഭൂരിപക്ഷം 1,50,000 വോട്ടിനകത്തെ കാണത്തുള്ളൂ. പക്ഷെ എന്നാലും രമ്യ ഹരിദാസ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവ്. അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇന്നലെ വന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എന്താണെന്ന് അറിയാമോ? കോൺഗ്രസ് പാർട്ടി തന്നെ പറയുന്നത് അവരെ മാറ്റിയാൽ മതിയായിരുന്നു. കാരണം ഇവരെന്താണെന്നുള്ള കാര്യം, ഇവർ MP ആയിട്ടിരുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണല്ലോ അവിടെ. കാരണം ഇവർക്ക് ഈ പറയുന്നത് പോലെ കാര്യങ്ങളൊന്നുമില്ല, ഒരു കഴിവുമില്ല. ചുമ്മാതെ പാർലമെന്റിൽ പോയി ഇരുന്നിട്ട് ട്രീറ്റ് ചെയ്ത് ആ മണ്ഡലത്തിൽ നിന്നല്ല, അതെ ലോക്സഭാ മണ്ഡലത്തിൽ ആലത്തൂരിനെയും പിന്നെ ലോക്സഭാ മണ്ഡലത്തിൽ മൊത്തത്തിൽ MP പരാജയമായിരുന്നു എന്നുള്ള ഒരു പറച്ചിൽ അവിടെ ഉണ്ട്. ഒരുപക്ഷെ ഈ ഭരണവിരുദ്ധ വികാരവും ഇപ്പോഴത്തെ വിഷയങ്ങളും ഒക്കെ വേറൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഇതിൽ മുതലെടുക്കാമായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ വിലയിരുത്തൽ. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ ശരിക്കും തോറ്റു. മറ്റിടത്ത് സാധ്യത CPM.